എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനൊരു കറിയാണ്, മത്തങ്ങയും പരിപ്പും. അതിന് ഒരു 300 ഗ്രാം മത്തങ്ങ എടുത്ത് നമുക്ക് മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ്, മൂത്തത് അതുകൊണ്ടാണ് തൊലി കളയുന്നത്. ഇളപ്പം മത്തങ്ങ ആണേ തൊലി കളയണ്ട. മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. മത്തങ്ങ എല്ലാം മുറിച്ചെടുത്ത് നമുക്ക് 2 പ്രാവശ്യം കഴുകി ചട്ടിയിലോട്ടിട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇത്തിരി വെള്ളം ഒഴിക്കല്ലേ, മത്തങ്ങ ഒന്ന് വേകണം. ഉപ്പും കുറച്ചിടണം. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് കുറച്ച് പരിപ്പെടുത്ത് വേവിക്കാം. ഒരു 300 ഗ്രാം മത്തങ്ങയ്ക്ക് ഒരു 150 ഗ്രാം പരിപ്പ്, മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് ഇത് 1 മണിക്കൂറായിട്ട് കുതിർത്ത പരിപ്പാണേ. നമുക്ക് ഈ മത്തങ്ങ വേകുന്ന നേരത്തിന് ഈ പരിപ്പ് അപ്പുറത്ത് വേവിച്ചെടുക്കാം. ഇതുമായിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ച് വെക്കാം. അത് മത്തങ്ങ വേകുമ്പോഴത്തേന് ഇച്ചിരി വെളുത്തുള്ളി, ജീരകം, ഒരു പച്ചമുളക്, ചുവന്നുള്ളി ഇട്ട് ചതച്ചെടുക്കാം. ഇതെന്നിട്ട് നമുക്ക് വെന്ത മത്തങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വേകട്ടെ. നമ്മൾ കുക്കറിൽ അടിച്ച പരിപ്പ് ഈ മത്തങ്ങയുടെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. മത്തങ്ങയിൽ ഉപ്പിട്ടതായിരുന്നു, പിന്നെ ഒരിച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കടുക് വറക്കാം. വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ടു. ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ, ഒരു 4 ടീസ്പൂൺ തേങ്ങ ഇട്ടു. ഇതൊന്ന് ചുമപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി നമുക്ക് കറിയുടെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ. നമുക്കൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ചോറിന് ഒരു ഒഴിച്ചു കറി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.